പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബസ് വിർജിൻ മേരി. വെൽക്കം ബാക്ക് ടു കാത്തലിക് വെക്കബി. ഞാൻ ആഷിഖ് ജോയ്. എപ്പോഴത്തെയും പോലെ നമുക്ക് പ്രാർത്ഥനയോടെ തുടങ്ങാം. Pater noster, qui es in caelis, sanctificetur nomen tuum, advenia regnum tuum, fiat voluntas tua, sicut in caelo et in terra. Panem nostrum quotidianum, de nobis hodie, et dimite nobis debita nostra, sicut et nos dimittimus debitoribus nostris. Et ne nos indicas in tentationem, sed liberae nos a malo. ആമേൻ. ആഴ്ചകൾക്ക് മുൻപാണ് ഏറ്റുമാനൂരിലെ ഷൈനിയും 2 മക്കളും ആത്മഹത്യ ചെയ്തത്. അതും വളരെ ദാരുണമായ ഒരു മരണം. ട്രെയിൻ ഇടിച്ച് അവർ കൊല്ലപ്പെട്ടു. എല്ലാ ദിവസവും രാവിലെ ദിവ്യബലിക്ക് പോയിരുന്ന ഷൈനി അന്നേ ദിവസവും പള്ളിയിൽ പോവാണെന്ന് പറഞ്ഞ് ഇറങ്ങി 5:20 നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനിന് മുൻപിൽ ചാടിയിട്ടാണ് ഇവർ മരിച്ചത്. അപ്പോൾ ലോക്കോ പൈലറ്റ് പറയുന്നത് ഹോൺ അടിച്ചിട്ടും അവർ മാറിയിരുന്നില്ല എന്നാണ്. നമുക്കറിയാം, ഒരു ട്രെയിൻ വരുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയമാണ്. പക്ഷേ ഇവർ ഡിറ്റർമൈൻഡ് ആയിരുന്നു, മരിച്ചേ പറ്റത്തുള്ളൂ എന്ന തീരുമാനത്തോടു കൂടിയാണ് ഇവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. ഷൈനിയുടെ രക്തം ആരുടെ തലയിൽ വീഴും? ഷൈനിയുടെയും മക്കളുടെയും രക്തം ആരുടെ തലയിൽ വീഴും? എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്ന വ്യക്തി. അവിടെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ലഭിക്കുന്ന കാറ്റഗീസത്തിൻ്റെ ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. 12ാം ക്ലാസ് വരെ പഠിച്ച് കാറ്റഗീസം കഴിഞ്ഞ് വരുന്നൊരു വ്യക്തിക്ക്, ഒരു കുട്ടിക്ക് നിത്യജീവനെ പറ്റിയുള്ള ബോധ്യമാണോ ലഭിക്കുന്നത്? അതോ ഒരു കടമ നിർവഹിച്ച് കഴിഞ്ഞു നാളെ കല്യാണത്തിനും മറ്റ് ജോലി ആവശ്യങ്ങൾക്ക് രൂപതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കാനാണോ നമ്മൾ ഈ 12 വർഷം കാറ്റഗിസം കൊടുക്കുന്നത്? ഈ കാറ്റഗിസം പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വിശ്വാസവും നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. രൂപതകളുടെ എല്ലാ സ്ഥാപനങ്ങളിലും, ഇവിടെ ഷൈനി ജോലി അന്വേഷിച്ചിട്ട് പോയത് രൂപതയുടെ ഒരു സ്ഥാപനത്തിലാണ്. പക്ഷേ അവർക്ക് ജോലി ലഭിച്ചില്ല. കാരണം അവിടെ ഒരു മാനദണ്ഡമുണ്ട്, ഈ ജോലി ലഭിക്കണമെങ്കിൽ ഇത്ര വർഷം എക്സ്പീരിയൻസ് വേണം, മറ്റ് കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ കാറ്റഗിസം പഠിപ്പിക്കാൻ എന്തുകൊണ്ട് ഈ ഒരു മാനദണ്ഡമില്ല? ഇടവകയിൽ ആരൊക്കെയാണ് ഫ്രീ? ആരൊക്കെയാണ് ഞായറാഴ്ച ഫ്രീ? അല്ലെങ്കിൽ ജോലിയും കൂലിയും ഇല്ലാത്തവരാരൊക്കെയാണ്? അല്ലെങ്കിൽ വോളണ്ടിയർലി വരുന്ന ആൾക്കാർ, ചില താല്പര്യങ്ങളോടുകൂടെ വരുന്ന ആളുകൾ രൂപതയുടെ സ്ഥാപനങ്ങളിൽ, എയ്ഡഡ് സ്കൂളുകളിൽ, രൂപതയുടെ ഹോസ്പിറ്റലുകളിൽ ജോലിക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മുൻഗണന ലഭിക്കാൻ വേണ്ടിയിട്ട് കാറ്റഗിസം പഠിപ്പിക്കാൻ വരുന്നവരുണ്ട്. ഇല്ല എന്ന് ഇത് കേൾക്കുന്നവർ പറയട്ടെ. അങ്ങനെ കാറ്റഗിസം പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാർക്ക് എത്രമാത്രം വിശ്വാസം ഉണ്ടാവും? എനിക്കുള്ള കാര്യമേ എനിക്ക് എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ, എനിക്ക് നിത്യജീവൻ ലക്ഷ്യമാക്കി ഞാൻ ജീവിക്കുന്ന വ്യക്തിയല്ല ഞാനെങ്കിൽ, യേശുവിനെ പ്രഘോഷിക്കാൻ മടിയുള്ള വ്യക്തിയാണ് ഞാനെങ്കിൽ, എനിക്ക് ഇങ്ങനെ ഈ വിശ്വാസം ഈ മക്കളിലേക്ക് കൊടുക്കാൻ സാധിക്കും? പിന്നെ എങ്ങനെയാണ് എല്ലാ ദിവസവും നിത്യജീവൻ്റെ അപ്പം ഭക്ഷിച്ച് എല്ലാ ദിവസവും ആരംഭിച്ചിരുന്ന ഷൈനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയത്? സോ എവിടെയോ പാകപ്പിഴയുണ്ട് നമ്മുടെ കാറ്റഗിസത്തിൽ. അതുകൊണ്ടാണ് 12ാം ക്ലാസ് കഴിഞ്ഞിട്ടും പെട്ടെന്ന് നമ്മുടെ മക്കൾ ലവ് ജിഹാദിൽ വീണു പോകുന്നത്. എന്തുകൊണ്ടാണ് ഒരു പ്രൊട്ടസ്റ്റൻ്റ് പെന്തക്കോസ്തക്കാരുടെ മക്കളും ലവ് ജിഹാദിൽ വീഴാത്തത്? ഏറ്റവും അധികം വീഴുന്നത് എന്തുകൊണ്ടാണ്? കത്തോലിക്കനായിട്ടുള്ള പെൺകുട്ടികളും അല്ലെങ്കിൽ ആൺകുട്ടികളും. അപ്പോൾ എവിടെയോ നമ്മുടെ കാറ്റഗിസത്തിൽ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ സ്കൂൾ ലെവലുള്ള കാര്യങ്ങൾ പോലെ അസൈൻമെൻറ്റ്സും പ്രൊജക്റ്റും മാത്രമാക്കി, ഒരു പ്രഹസനം മാത്രമാക്കി കാറ്റഗിസം മാറ്റി. ഷൈനിക്ക് ലഭിച്ച കാറ്റഗിസവും ഷൈനിയെ പഠിപ്പിച്ച വേദപാഠ അധ്യാപകരും ഒന്നെങ്കിൽ ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാത്തവരോ ഒരു ചടങ്ങിന് വേണ്ടി കാറ്റഗിസം പഠിപ്പിച്ചവരോ ആയിരിക്കാം. ഷൈനിയുടെ രക്തം വീഴുന്ന ആദ്യത്തെ ആൾക്കാർ ഷൈനിക്ക് വിശ്വാസം പകർന്നു കൊടുത്ത ആൾക്കാർ തന്നെയാണ്. രണ്ടാമതായിട്ട് തീർച്ചയായിട്ടും അതിൽ ഈ സ്ത്രീയുടെ ഭർത്താവിനും അവരുടെ കുടുംബാംഗങ്ങൾക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. മൂന്നാമതായിട്ട്, ഒരു കത്തോലിക്കനായ ഞാൻ എൻ്റെ എല്ലാ പ്രതീക്ഷയും അവസാനിക്കുന്നത് ചിന്തിക്കുക. എനിക്ക് എല്ലാ പ്രതീക്ഷയും പോയി, എനിക്കിനി ജീവിക്കാൻ മുന്നോട്ട് മാർഗമില്ല, ജോലി പോയി, ഇനി ഒന്നുമില്ല, മുന്നോട്ടൊരു അവസരങ്ങളുമില്ല. ഞാൻ ആരിൽ അഭയം പ്രാപിക്കണം? എൻ്റെ മുമ്പിലുള്ള ഏക അഭയം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്, ഒരു വിശ്വാസി എന്ന നിലയിൽ. എന്നാൽ ഈശോ സ്വർഗത്തിൽ നിന്നും മന്ന പൊഴിച്ചതുപോലെ എനിക്ക് ഇന്ത്യൻ രൂപ ഒഴിച്ചു തരുമോ? ഇല്ല. ഈശോ എന്ന് പ്രവർത്തിക്കേണ്ടത് സഭയിലൂടെയാണ്.
ഈശോയുടെ ഭൗതിക ശരീരമായ മിസ്റ്റിക്കൽ ബോഡി ആയിട്ടുള്ള സഭ. അപ്പോൾ ഒരു വിശ്വാസിയായ ഞാൻ ഗവൺമെൻറ്റിനെ അല്ല ആശ്രയിക്കുക, ഞാൻ സഭയാണ്. കാരണം ജനിച്ച് വീഴുന്ന ഓരോ കത്തോലിക്ക വിശ്വാസിക്കും ഒരു വിശ്വാസമുണ്ട്. ഒരു പ്രശ്നം വരുമ്പോൾ സഭ ഇടപെടും, അച്ഛൻ ഇടപെടും, പാരിസ് കൗൺസിലിൽ ഇടപെടും, എൻ്റെ പ്രശ്നം പരിഹരിച്ച് തരും എന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് പുറത്താണ് ഷൈനി ഈ ഹോസ്പിറ്റലിൽ അപേക്ഷ കൊടുത്തത്. പക്ഷെ നിർഭാഗ്യവശാൽ ആ ഒരു മാനദണ്ഡം ഉള്ളതുകൊണ്ട് അവർക്ക് അവ ലഭിച്ചില്ല. ഇവിടെയാണ് നീതിയും കരുണയും തമ്മിലുള്ള വ്യത്യാസം. നീതി പ്രകാരം ആ വ്യക്തിക്ക് അവിടെ ജോലി ലഭിക്കില്ല. അപ്പോൾ കരുണ എവിടെ? നമുക്ക് സ്വർഗഭോഗികൾക്കും ഗർഭചിത്രം ചെയ്യുന്നവർക്കും പച്ചമാമയെ കൊണ്ടുവരുന്നവർക്കും ഇവർക്കൊക്കെ നമുക്ക് കരുണ കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. നിർഭാഗ്യവശാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആർക്കും കരുണ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ കയ്യിൽ കാശില്ല. ഈ പ്രളയത്തിൻ്റെ സമയത്ത് 100 കോടി രൂപയാണ് കത്തോലിക്ക സഭ കേരളം മുഴുവനും സഹായിച്ചത്. 100 കോടി. ഒരിക്കൽ ഈശോയോട് ഒരു സീറോ ഫിനീഷ്യൻ സ്ത്രീ വന്ന് ചോദിക്കുന്നുണ്ട്, മകളെ സുഖപ്പെടുത്തണമെന്ന്. ഈശോ പറയുന്നുണ്ട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയാണോ? അപ്പം ഇപ്പം മക്കൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാത്ത അവസ്ഥയാണ്. കാരുണ്യ പ്രവൃത്തികൾ വഴി നാട്ടുകാർക്കെല്ലാം നന്നായിട്ട് കഴിക്കാൻ സാധിക്കുന്നുണ്ട്, മക്കൾക്ക് കഴിക്കാൻ സാധിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഷൈനിക്ക് ജോലി കൊടുക്കാൻ സാധിച്ചില്ല, അതിന് നിയമപ്രശ്നങ്ങളുണ്ട്, ശരി തന്നെ. നമ്മുടെ എല്ലാം ഭവനങ്ങളിൽ അവസാനമായിട്ട് എപ്പോഴാണ് നമ്മുടെ വികാരിയച്ഛന്മാർ സന്ദർശിച്ചിട്ടുള്ളത്? പണ്ടൊക്കെ പ്രായമായിട്ടുള്ള വൈദികരൊക്കെ പറയുന്നത് കേൾക്കാം, പണ്ടൊക്കെ അവരുടെ മിഷൻ എന്ന് പറഞ്ഞാൽ 1-to-1 ഇവഞ്ചലൈസേഷൻ. അതായത് രാവിലെ പരിശുദ്ധ കുർബാന അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വൈകുന്നേരങ്ങളിൽ വരെ അച്ഛന്മാരുടെ ഡ്യൂട്ടി എന്നാൽ എന്നത് ഈ ഓരോ വീടുകളും ഒരു ദിവസം ഒരു വീട് മതി, ഒരു ദിവസം ഒരു ഭവനം സന്ദർശിച്ചാൽ മതി. ആ വീടുകളിൽ കയറി അവരുടെ കുശലാന്വേഷണങ്ങൾ നടത്തി അവരുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവരുടെ ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി ആശ്വസിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടി ചെയ്ത് അങ്ങനെ ഷൈനിയുടെ വീട്ടിൽ ഇവരുടെ ബുദ്ധിമുട്ടറിഞ്ഞ് ഏതെങ്കിലും ഒരു വൈദികൻ കടന്നു ചെന്നിരുന്നെങ്കിൽ അവർക്ക് ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നു. കാരണം ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആൾക്ക് അവിടെ വേണ്ടത് ഒരു ആശ്വാസമാണ്. നമുക്ക് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല ഇന്ന വ്യക്തി ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്ന്. പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഈശോ ചെയ്ത ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ലാസറിൻ്റെ ഭവനം സന്ദർശിച്ചതുപോലെ, സക്കേവൂസിൻ്റെ ഭവനം ഈശോ സന്ദർശിച്ചതുപോലെ നമുക്ക് സന്ദർശിച്ചുകൂടെ? പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്ന് കുർബാന കഴിഞ്ഞാൽ വൈദികരെ കിട്ടാനില്ല. അവർക്ക് മീറ്റിങ്ങാണ്. അവർക്ക് ഉച്ചസമയത്ത് ഉറങ്ങണം, സമയമില്ല. വൈകുന്നേരങ്ങളിൽ അവർക്ക് പുറത്ത് നടക്കാൻ പോകണം, സമയമില്ല. പിന്നെ രാത്രിയിൽ പിന്നെ കിടന്നുറങ്ങണം. ഇന്ന് സമയമില്ല. ഇന്ന് ആർക്കും സമയമില്ല. ദൈവപുത്രൻ സാക്ഷാൽ ഈശോ, അത്രയും തിരക്കുള്ള മനുഷ്യൻ. എന്താണ് തിരക്ക്? ഈ പ്രപഞ്ചം മുഴുവൻ കാത്തുപരിപാലിക്കേണ്ടത്. ആ ഈശോയ്ക്ക് ഇതിനെല്ലാം സമയമുണ്ടായിരുന്നു. ഷൈനിയുടെയും മക്കളുടെയും രക്തം അവരേത് ഇടവകയിലാണോ ആ ഇടവക വികാരിയുടെയും ആ മെത്രാൻ്റെയും തലയിൽ ഉറപ്പായും പതിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി 4-മത്തെ കാര്യം, കർത്താവ് പറയുന്നുണ്ട്, ദശാംശം അതെനിക്കുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, പഴയ നിയമത്തിൽ 10% ദശാംശം ദൈവത്തിനുള്ളതാണ്. എന്നാൽ സ്നാപയോഹന്നാൻ വന്നപ്പോൾ അത് 50-50 ആയി. 2 ഒന്ന് കൊടുക്കട്ടെ എന്നോ. ഈശോ വന്നപ്പോൾ അത് പൂർണ്ണമായി മുഴുവനും കൊടുക്കട്ടെ എന്നാണ്. അപ്പോഴെങ്കിലും ഒരു ദശാംശം, നമ്മൾ 10% നമ്മുടെ സമ്പത്തിൻ്റെത് നമ്മളത് ദൈവത്തിനും പാവങ്ങൾക്കും കൊടുക്കണം. ഈ ഒരു ബോധ്യം ആ ഇടവക ജനത്തിന് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ബോധ്യം ആ ഇടവകയിലെ വികാരിയച്ഛന്മാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ, അവർക്ക് ജീവിക്കാനുള്ള അന്നന്ന് വേണ്ട ആഹാരം കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ഫീസ് അടയ്ക്കാൻ, അവരുടെ അനുദിന കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഉറപ്പായിട്ട് സാധിക്കുമായിരുന്നില്ലേ? ഒരു 4-5 പേരുടെ ദശാംശം മാത്രം മതിയാവും ആ ഒരു കുടുംബത്തിന് ഒരു മാസത്തെ ചെലവിന് ഉള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, എല്ലാം ദൈവകൃപയാണ്. ഇങ്ങനെയൊരു കുടുംബം ആത്മഹത്യ ചെയ്ത സമയത്താണ് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ, ഈ യൂട്യൂബ് ചാനലിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ, കാത്തലിക് വർക്കർ ബി എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ അതിലുള്ള ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ സഹായിക്കാൻ പറ്റുമോ?
ഇങ്ങനെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, അവരെല്ലാം തയ്യാറായിരുന്നു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഈ വർഷം ഫെബ്രുവരി ആയപ്പോഴേക്കും ഏകദേശം 3 ലക്ഷത്തിലധികം രൂപ ഈ സുമനസ്സുകൾ സംഭാവന ചെയ്ത് കഴിഞ്ഞു. അതായത് അവർ ഈ കാശ് എനിക്ക് അയച്ചു തരും, ഞാനിത് ഗ്രൂപ്പിലിടും, ഇത്ര രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അർഹതപ്പെട്ടവർക്ക് ഞാൻ കൈമാറും. അവരുടെ പേര് വിവരങ്ങൾ ഞാൻ ഗ്രൂപ്പിൽ കൊടുക്കും, ഒരു ട്രാൻസ്പെറൻസിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ എത്ര കുടുംബങ്ങൾ ആത്മഹത്യയുടെ വക്കിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം. അവർക്ക് വേണ്ടത് കോടികളൊന്നും വേണ്ട. അവർക്ക് ഒരു പച്ചക്കറി വാങ്ങിക്കാൻ, മീൻ വാങ്ങിക്കാൻ, EMI അടക്കാൻ, മക്കളുടെ ഫീസ് അടക്കാൻ, രോഗത്തിന് മരുന്ന് വാങ്ങിക്കാൻ, ഇതൊക്കെയാണ് അവർക്ക് വേണ്ടുള്ളൂ. അല്ലാതെ മലേഷ്യയിലും തായ്ലൻഡിലും യൂറോപ്പിലും ടൂർ അടിക്കുന്നത് പോലെ ടൂർ പോകാനല്ല അവർ ആഗ്രഹിക്കുന്നത്, ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാ മാസവും 5000 രൂപ ഗർഭിണികളായിട്ടുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും കൊടുക്കുന്നുണ്ട്. മെഡിക്കൽ എമർജൻസിക്ക് അത്യാവശ്യമായിട്ടൊരു ഹോസ്പിറ്റൽ കേസ് വരുന്നു, അവർക്കും 5000 രൂപ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 30 വയസ്സുള്ള ഒരു വിവരവും ഇല്ലാത്ത എനിക്ക് ഇത് സാധിച്ചെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഒരു സഭ, ഇടവകയ്ക്ക്, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഈ ചർച്ചിന് സാധിക്കില്ലേ? സാധിക്കും. നമ്മൾ വേണ്ട എന്ന് വെച്ചിട്ടാണ്. ഷൈനിക്കും കുടുംബത്തിനും ജീവിക്കേണ്ട കാശിൻ്റെ എത്രയോ മടങ്ങ് ഇരട്ടിയായിരിക്കും ആ ഇടവകയിൽ പെരുന്നാളിന് നമ്മൾ പൊടിച്ചിട്ടുണ്ടാവുക, പടക്കം പൊട്ടിച്ച് നമ്മൾ കളഞ്ഞിട്ടുണ്ടാവുക. ഇനിയെങ്കിലും നമ്മൾ നമ്മുടെ സ്വന്തം മക്കൾക്ക് അപ്പം കൊടുത്തിട്ട് പോരെ മറ്റുള്ളവർക്ക് നമ്മൾ അപ്പം കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഇനിയും ഷൈനിമാർ നമ്മുടെ മുമ്പിൽ വരും. മെത്താന്മാർക്കും വൈദികർക്കും ഇടവക ജനത്തെ നോക്കാൻ സമയമില്ലെങ്കിൽ അതിനു പകരം നമ്മുടെ സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ നാളെ യൂറോപ്പിൻ്റെ സ്ഥിതി തന്നെയായിരിക്കും നമ്മുടെ മുമ്പിൽ വരിക. ഈ കെട്ടിടങ്ങൾ മാത്രം നാളെ അവശേഷിക്കും. നമ്മുടെ മക്കളെ അന്യമതസ്ഥരും നിരീശ്വരവാദികളോ സഭയും വൈദികരും വെറുത്തുകൊണ്ട് പോകുന്നത് വഴിയും സഭയിൽ ആൾക്കാരില്ലാതാവോ? വിവ ക്രിസ്റ്റോറെ. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മുടെ അധികാരികൾക്ക് ഈ ഒരു ജ്ഞാനം ലഭിക്കാൻ വേണ്ടിയിട്ട് ആത്മാക്കളുടെ രക്ഷയാണ് പരമപ്രധാനമെന്നും അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല എന്നുള്ള ബോധ്യം ലഭിക്കാൻ, ഇനി ഒരു ആത്മഹത്യയും ഒരു ഇടവകളിലും സംഭവിക്കാതിരിക്കാനും നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ് തേക്കും Benedictate in mulieribus et benedictus fructus ventris tui, Iesus. Sancta Maria Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen. Viva Christore.